നമ്മൾ ഈ ദൈവത്തിലുള്ള ആശ്രയം എന്നൊക്കെ നമ്മൾ ഒത്തിരി കേട്ടിട്ടുണ്ടല്ലേ, വിശ്വാസം കേട്ടിട്ടുണ്ട്. ഈ ട്രസ്റ്റ് എന്ന് പറഞ്ഞ ചെറിയ കാര്യമല്ല. ട്രസ്റ്റ് ഇൻ ദ ലോഡ്. വർഷങ്ങൾക്ക് മുമ്പുള്ളൊരു കഥയല്ല. ഞാനിങ്ങനെ ചിത്രകാരനായിട്ട് ജോലി ചെയ്യുന്ന സമയത്ത് എൻ്റെ ഭവനത്തിലേക്ക് ഞാൻ വരുമ്പോൾ എൻ്റെ മോൻ അന്ന് വളരെ ചെറുപ്പമാണ്. ഒരു ക്രാസ്യമുള്ള സ്ഥാനത്ത് അവൻ നിൽക്കുകയാണ് മമ്മിയോട്. എന്നെ കണ്ട് അവൻ എൻ്റെ ദേഹത്തോട് ഒറ്റ ചാട്ടം. ഞാൻ എൻ്റെ കയ്യിലുള്ള ബാഗ് എറിഞ്ഞിട്ട് അവനെ പെട്ടെന്ന് കയറി പിടിച്ചില്ലായിരുന്നെങ്കിൽ വല്ലാത്ത അവസ്ഥയായിപ്പോയി. കാരണം എന്തുകൊണ്ടാ കുഞ്ഞ് ചാടി എന്ന് ചോദിച്ചാൽ അപ്പനിലുള്ള ആശ്രയം. വേറെ ഒന്നും ചിന്തിക്കുകയല്ല, നോക്കിക്കൊള്ളും. ഇതാണ് വേദവസം പറയുന്നത്. പണ്ടൊരു മനുഷ്യൻ ഹെലികോപ്റ്ററിന്റെ വീണൊരു മരത്തെ തൂങ്ങിക്കിടക്കുക. അദ്ദേഹം ചോദിച്ചു, എന്നെ സഹായിക്കാൻ ആരെങ്കിലും ഉണ്ടോ? അവിടുത്തെ ഒരു ശബ്ദം, ഉണ്ട്. ആരാ? ഞാൻ നിന്റെ ദൈവം. അന്ന് എന്നെ സഹായിക്കേ. ആ ദൈവം പറയാം, കൈവിട്. 2 കൈയും വിടാൻ പറഞ്ഞു. പുള്ളി ഉടനെ തിരിഞ്ഞു ചോദിച്ചു, വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു സഹായിക്കാൻ. ദൈവം എപ്പോഴും പറയുന്ന കൈവിടാനാണ് പറയുന്നത്. അതാണ് ആശ്രയം. ശാശ്വതമായ ഭുജങ്ങളുണ്ട് നിന്നെ താങ്ങാൻ. 1000 അനുഭവങ്ങൾ ജീവിതത്തിലുണ്ട്. ഒടുവിൽ നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ മനുഷ്യൻ കൈവിട്ടില്ല. പക്ഷേ ഇയാളാ ഒരു വേരയിലോ വള്ളിയിലോ പിടിച്ച് കിടക്കുകയാണ്. മരവിച്ച് രാവിലെ ഒരാൾ മരിച്ചു. ഇത്ര അടിയോളാണ് താഴോട്ട്. ഇനി കൂടുതലുണ്ടെങ്കിലും ദൈവം പറഞ്ഞെങ്കിൽ ദൈവം താങ്ങും. ആശ്രയം ചെറുതല്ല. ആശ്രയം എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുകയല്ല. അപ്പം നമ്മളോട് ഒരാൾ പറയുക, ഞാൻ സഹായിക്കാമെന്ന് നമുക്ക് ആ വ്യക്തിയെ വിശ്വാസം വരും. എൻ്റെ കുഞ്ഞിൻ്റെ വിവാഹമല്ലേ, ഞാനുണ്ട്. അതിൻ്റെ ഇന്ന സാമ്പത്തിക പ്രശ്നമല്ലേ, ഞാനുണ്ട്. ഇന്നൊരു ഭാരപ്പെടുന്ന വിഷയമല്ലേ, ഞാനുണ്ട്. അപ്പം നമുക്ക് വലിയൊരു ധൈര്യമാണ്. പക്ഷേ നമ്മൾ കാണാത്ത ഇൻവിസിബിൾ ഗോഡ്, അദൃശ്യനായ ദൈവം പറയുകയാണ് എൻ്റെ വചനത്തിലൂടെ, ഞാൻ നിന്നെ സഹായിക്കാം. ആ വാക്കിലൊരാൾ വിശ്വസിക്കുമ്പോൾ അത് ദൈവം ആഗ്രഹിക്കുന്ന. അല്ലെങ്കിൽ ആ വ്യക്തിയെക്കുറിച്ച് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഇല വാടത്തില്ല എന്നൊക്കെ പറയുന്ന മരുഭൂമിയിലെ ചുരച്ചെടി പോലാണെന്ന് പറഞ്ഞ് സ്വയത്തിൽ ആശ്രയിക്കുന്നവർ. അപ്പം ചില കാര്യങ്ങളിൽ കർത്താവ്, ഞാൻ ഒന്നും കാണുന്നില്ല, ഐ എം നോട്ട് സീയിങ് എനിത്തിങ്, ബട്ട് ഐ ട്രസ്റ്റ് ഇൻ യു. ഐ നോ യു ആർ ഏബിൾ. ഐ നോ യു ആർ ഏബിൾ. ദൈവമേ, ടു വർക്ക് ഔട്ട് ഇൻ മൈ ലൈഫ്. എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ നീ ശക്തനാണ്. അവിടെ മറന്നു പോവല്ലേ. ആശ്രയം എന്ന് പറഞ്ഞാൽ ആ പത്രോസ് വരിക എന്ന് ദൈവം പറഞ്ഞപ്പോൾ ആഴിയെന്തെന്ന് ആഴമെന്ന് നോക്കാതെ വെള്ളത്തിലേക്ക് കാലെടുത്ത് വെച്ച പോലെ ദൈവം പറഞ്ഞ വിശ്വാസം ചെയ്തു. മുങ്ങിപ്പോകാൻ ദൈവം സമ്മതിക്കത്തില്ല. വെള്ളം നിന്നെ കവിയത്തില്ല, തീ നിന്നെ ദഹിപ്പിക്കത്തില്ല. ശക്തനായ ദൈവമുണ്ട് നിന്റെ കരം പിടിച്ച്. ആശ്രയമാണ്. അത് 2 പേരെ കയ്യത്തോളത്തിടുന്നതല്ല. സാമ്പത്തിന് വേണ്ടി പ്രാർത്ഥിക്കും, പെട്ടെന്ന് എവിടെയെങ്കിലും പലിശക്കാരുണ്ടെന്ന് നോക്കുന്നതല്ല. അവന് തന്നെ ആശ്രയം. ഇല്ല, ഞാൻ പിന്മാറത്തില്ല. അങ്ങനെ ഒരു ആശ്രയം ഉണ്ടെങ്കിൽ ദൈവം നിങ്ങളെ കൈവിടത്തില്ല. ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്. ധൈര്യമായിട്ട് അവൻ ആശ്രയിച്ചോ. വിശ്വസിക്കാൻ കൊള്ളാവുന്നൊരു ദൈവമാണ്. തകർച്ചയ്ക്ക് അവൻ ഏൽപ്പിക്കത്തില്ല. ഇത് അനുഗ്രഹമാണെങ്കിൽ ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് മറക്കരുത്. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.